PSC മലയാളം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പാഠങ്ങൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. PSC പരീക്ഷകളിൽ പൊതുവെ കണ്ടുവരുന്ന കുഴപ്പിക്കുന്ന ചോദ്യോത്തരങ്ങളുടെ രണ്ടാം പാർട്ടിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ 70mm ചിത്രം എറൗണ്ട് ദ വേൾഡ്. പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ 70mm ചിത്രം ഷോലെ. ഇന്ത്യയിലെ ആദ്യത്തെ 70mm ചിത്രം എറൗണ്ട് ദ വേൾഡ്. പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ചിത്രം ഷോലെ. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേരളത്തിലെ ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേരളത്തിലെ ജില്ല മലപ്പുറം. കൂടുതൽ ജനസാന്ദ്രത തിരുവനന്തപുരം. നെക്സ്റ്റ്, ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കേരളത്തിലെ ജില്ല വയനാട്. ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ളത് വയനാട്, ജനസാന്ദ്രത ഇടുക്കി. കുറഞ്ഞത് ജനസാന്ദ്രത കുറഞ്ഞ കേരളത്തിലെ ജില്ല ഇടുക്കി. ഒരിക്കൽ കൂടി, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേരളത്തിലെ ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കേരളത്തിലെ ജില്ല വയനാട്. ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ലൂയി മൗണ്ട് ബാറ്റൺ. അവസാനത്തെ ഗവർണർ കാനിങ് പ്രഭു. അവസാനത്തെ വൈസ്രോയ് ലൂയി മൗണ്ട് ബാറ്റൺ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി. കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി. തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ജനുവരി 3. ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു വരുന്ന ദിവസം ജൂലൈ 4. അടുത്ത് വരുന്ന ദിവസം ജനുവരി 3. ഏറ്റവും അകന്നു വരുന്ന ദിവസം ജൂലൈ 4. ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു വരുന്ന ദിവസം ജൂലൈ 4. നട്ടലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ മൈലോഗ്രാം. ശുദ്ധരക്തക്കുഴലുകളിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ ആൻജിയോഗ്രാം. നട്ടലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ മൈലോഗ്രാം. ശുദ്ധരക്തക്കുഴലുകളിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ ആൻജിയോഗ്രാം. വിസ്തീർണത്തിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഔട്ടർ ഡൽഹി. വിസ്തീർണത്തിൽ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഔട്ടർ ഡൽഹി. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ആകാശഗോളം ടൈറ്റൻ. ടൈറ്റൻ ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ആകാശഗോളം ടൈറ്റൻ. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. പഴശ്ശിരാജ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാനന്തവാടി, വയനാട്. പഴശ്ശിരാജ മ്യൂസിയം ഈസ്റ്റ് ഹിൽ. പഴശ്ശിരാജ സ്മാരകം മാനന്തവാടി. മ്യൂസിയം ഈസ്റ്റ് ഹിൽ, സ്മാരകം മാനന്തവാടി. ഇന്ത്യ ഹൗസ് എവിടെ? ലണ്ടൻ. കേരള ഹൗസ് എവിടെ? ഡൽഹി. ഇന്ത്യ ഹൗസ് ലണ്ടൻ, കേരള ഹൗസ് ഡൽഹി. ലോകത്തിൽ ആദ്യമായി ചന്ദ്രപഞ്ചാംഗം ആവിഷ്കരിച്ചത് മെസൊപ്പൊട്ടേമിയക്കാർ. ലോകത്തിൽ ആദ്യമായി സൗരപഞ്ചാംഗം ആവിഷ്കരിച്ചത് ഈജിപ്തുകാർ. ചന്ദ്രപഞ്ചാംഗം മെസൊപ്പൊട്ടേമിയക്കാർ, സൗരപഞ്ചാംഗം ഈജിപ്തുകാർ. നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഇറ്റലി. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ്.
നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ ഇറ്റലി, ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ ഗ്രീസ്. യൂറോപ്പിലെ രോഗി എന്ന് വിശേഷിക്കപ്പെടുന്ന രാജ്യം തുർക്കി. ഏഷ്യയിലെ രോഗി എന്ന് വിശേഷിക്കപ്പെടുന്ന രാജ്യം മ്യാൻമാർ. യൂറോപ്പിലെ രോഗി എന്ന് വിശേഷിക്കപ്പെടുന്ന രാജ്യം തുർക്കി. ഏഷ്യയിലെ രോഗി എന്ന് വിശേഷിക്കപ്പെടുന്ന രാജ്യം മ്യാൻമാർ. ബൈബിൾ എന്ന പദത്തിൻ്റെ അർത്ഥം പുസ്തകം. ഖുറാൻ എന്ന പദത്തിൻ്റെ അർത്ഥം പാരായണം ചെയ്യുന്നത്. ബൈബിൾ എന്ന പദത്തിൻ്റെ അർത്ഥം പുസ്തകം. ഖുറാൻ എന്ന പദത്തിൻ്റെ അർത്ഥം പാരായണം ചെയ്യുന്നത്. ഈഫൽ ഗോപുരം ഏത് രാജ്യത്താണ്? പാരീസ്. പിസ ഗോപുരം ഏത് രാജ്യത്താണ്? ഇറ്റലി. ഈഫൽ ഗോപുരം പാരീസ്, പിസ ഗോപുരം ഇറ്റലി. ഫാസിസത്തിൻ്റെ ഉപജ്ഞാതാവ് ബെറ്റിനോ മുസോളിനി. നാസിസത്തിൻ്റെ ഉപജ്ഞാതാവ് ഹിറ്റ്ലർ. ഫാസിസം ബെറ്റിനോ മുസോളിനി, നാസിസം ഹിറ്റ്ലർ. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത്? നോർവേ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ. പാതിരാ സൂര്യൻ്റെ നാട് നോർവേ, ഉദയസൂര്യൻ്റെ നാട് ജപ്പാൻ. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് മഹാത്മാഗാന്ധി. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് എം.എൻ. റോയ്. ഗ്രാമസ്വരാജ് മഹാത്മാഗാന്ധി, പഞ്ചായത്തി രാജ് ജവഹർലാൽ നെഹ്റു, ജനകീയ ആസൂത്രണം എം.എൻ. റോയ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് രസം അല്ലെങ്കിൽ മെർക്കുറി. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. ക്വിക്ക് സിൽവർ, രസം അല്ലെങ്കിൽ മെർക്കുറി, ലിറ്റിൽ സിൽവർ, പ്ലാറ്റിനം. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. സായാഹ്ന നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. പ്രഭാത നക്ഷത്രം ശുക്രൻ, സായാഹ്ന നക്ഷത്രവും ശുക്രൻ. തേയില ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ചൈന. കാപ്പി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ബ്രസീൽ. തേയില ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ചൈന. കാപ്പി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ബ്രസീൽ. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ്. 10,000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മിന്നസോട്ട, അമേരിക്ക. 1000 തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ്, 10,000 തടാകങ്ങളുടെ നാട് മിന്നസോട്ട, അമേരിക്ക. പന്നിപ്പനിക്ക് കാരണമായ രോഗാണു H1N1 വൈറസ്. പക്ഷിപ്പനിക്ക് കാരണമായ രോഗാണു H5N1 വൈറസ്. പന്നിപ്പനിക്ക് H1N1, പക്ഷിപ്പനിക്ക് H5N1 വൈറസ്. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ചെമ്മരിയാട് ഡോളി. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പശു വിക്ടോറിയ. ആദ്യത്തെ പൂച്ച കാർബൺ കോപ്പി. ആദ്യത്തെ കുതിര പ്രൊമിത്യ. ആദ്യത്തെ നായ സ്നപ്പി. ആദ്യത്തെ എരുമ സംരൂപ. ഒരിക്കൽ കൂടി, ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ ചെമ്മരിയാട് ഡോളി. ചെമ്മരിയാട് ഡോളി. ആദ്യത്തെ പശു വിക്ടോറിയ. പൂച്ച കാർബൺ കോപ്പി. ആദ്യത്തെ കുതിര പ്രൊമിത്യ. ആദ്യത്തെ നായ സ്നപ്പി. ആദ്യത്തെ എരുമ സംരൂപ. ഒരിക്കൽ കൂടി, ആദ്യ ചെമ്മരിയാട് ഡോളി. ആദ്യത്തെ പശു വിക്ടോറിയ. ആദ്യത്തെ പൂച്ച കാർബൺ കോപ്പി. ആദ്യത്തെ കുതിര പ്രൊമിത്യ. ആദ്യത്തെ നായ സ്നപ്പി. ആദ്യത്തെ എരുമ സംരൂപ. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക. ഇരുണ്ട ഭൂഖണ്ഡം ആഫ്രിക്ക, വെളുത്ത ഭൂഖണ്ഡം അന്റാർട്ടിക്ക. ഗ്രാമപഞ്ചായത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഗ്രാമപഞ്ചായത്തിൻ്റെ സർക്കാർ പ്രതിനിധി ആരാണ്? ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചീഫ് എക്സിക്യൂട്ടീവ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സർക്കാർ പ്രതിനിധി. ഏത് രാജ്യത്താണ് ആദ്യമായി ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ചത്? റഷ്യ. ഏതു രാജ്യത്താണ് ആദ്യമായി ചന്ദ്രനിൽ മനുഷ്യനെ എത്തിച്ചത്? അമേരിക്ക.
ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ചത് റഷ്യ. ചന്ദ്രനിൽ മനുഷ്യനെ എത്തിച്ചത് അമേരിക്ക. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. ദക്ഷിണ ഗംഗ കാവേരി, ദക്ഷിണ ഭഗീരഥി, പമ്പ. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ആർ ശ്രീലേഖ. കേരളത്തിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ അന്ന മൽഹോത്ര. വനിതാ IPS ഓഫീസർ ആർ ശ്രീലേഖ. ആദ്യത്തെ വനിതാ IAS ഓഫീസർ അന്ന മൽഹോത്ര. IOC ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ്. ICC ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനം ദുബായ്. അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഫിഫ ആസ്ഥാനം സൂറിച്ച് സ്വിറ്റ്സർലാൻഡ്. IOC ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ്. ICC ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനം ദുബായ്. അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഫിഫ ആസ്ഥാനം സൂറിച്ച് സ്വിറ്റ്സർലാൻഡ്. മരിച്ച ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ഏറ്റവും താമസിച്ച് അഴുകുന്ന ഭാഗം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. മരിച്ച ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഏറ്റവും താമസിച്ച് അഴുകുന്ന ഭാഗം ഗർഭാശയം. മരിച്ച ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ഏറ്റവും താമസിച്ചഴുകുന്ന ഭാഗം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. മരിച്ച ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഏറ്റവും താമസിച്ച് അഴുകുന്ന ഭാഗം ഗർഭാശയം. DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് തൈമിൻ. RNA-യിൽ ഉള്ളതും DNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് യുറാസിൽ. DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് തൈമിൻ. RNA-യിൽ ഉള്ളതും DNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് യുറാസിൽ. ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്ക. ഏറ്റവും കൂടുതൽ ആട്ടിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. പശുവിൻ പാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്ക. ആട്ടിൻ പാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഓർമ്മയുടെ ഓളങ്ങൾ ആരുടെ ആത്മകഥ? ജി ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? ബഷീർ. ഓർമ്മയുടെ ഓളങ്ങൾ ജി ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ അറകൾ ബഷീറിൻ്റെ ആത്മകഥ. ലോകത്തിൽ ജനാധിപത്യം ഉത്ഭവിച്ചത് എവിടെയാണ്? ഏതൻസിൽ. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ്. ലോകത്തിൽ ജനാധിപത്യം ഉത്ഭവിച്ചത് ഏതൻസിൽ. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ചൈന. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് കാനിങ് പ്രഭു. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മണിപ്പൂർ. ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശ്. ഇന്ത്യയുടെ രത്നം മണിപ്പൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ള താലൂക്ക് ചേർത്തല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. അതുപോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരം കണ്ണൂർ മുഴപ്പിലങ്ങാടി ബീച്ച്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. നീളം കൂടിയ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ മുഴപ്പിലങ്ങാടി ബീച്ച്. മുഴപ്പിലങ്ങാടി ബീച്ചാണ് ഏറ്റവും നീളം കൂടിയ കടൽ തീരം. കേരളത്തിൻ്റെ നെതർലാൻഡ് കുട്ടനാട്. കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ. കേരളത്തിൻ്റെ നെതർലാൻഡ് കുട്ടനാട്. കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ.
കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തോന്നയ്ക്കൽ, തിരുവനന്തപുരം. ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജഗതി, തിരുവനന്തപുരം. കുമാരനാശാൻ സ്മാരകം തോന്നയ്ക്കൽ, ഉള്ളൂർ സ്മാരകം ജഗതി. കേരളത്തിലെ താറാവ് വളർത്തു കേന്ദ്രം നിരണം, പത്തനംതിട്ട. കേരളത്തിലെ മയിൽ വളർത്തു കേന്ദ്രം ചൂളന്നൂർ, പാലക്കാട്. താറാവ് വളർത്തൽ കേന്ദ്രം നിരണം, പത്തനംതിട്ട. മയിൽ വളർത്തു കേന്ദ്രം ചൂളന്നൂർ, പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ വനം ഇല്ലാത്ത ജില്ല ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള ജില്ല ഇടുക്കി. വനം ഇല്ലാത്ത ജില്ല ആലപ്പുഴ. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം വെള്ളായണി കായൽ. തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം കേരളത്തിൽ വെള്ളായണി കായൽ. മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരൻ. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമ ബാലൻ. ആദ്യ സിനിമ വിഗതകുമാരൻ, ആദ്യ ശബ്ദ സിനിമ ബാലൻ. ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി VP മേനോൻ. ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ മെമ്പർ സെക്രട്ടറിയായ ആദ്യ മലയാളി PC മാത്യു. ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി VP മേനോൻ. ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ മെമ്പർ സെക്രട്ടറിയായ ആദ്യ മലയാളി PC മാത്യു. മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഏറ്റവും അധികം തവണ നേടിയ വനിത ശബാന ആസ്മി. മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ആദ്യം നേടിയ വനിത നർഗീസ് ദത്ത്. പത്മശ്രീ ലഭിച്ച ആദ്യ ഇന്ത്യൻ നടി നർഗീസ് ദത്ത്. ഒരിക്കൽ കൂടി, മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഏറ്റവും അധികം തവണ നേടിയ വനിത ശബാന ആസ്മി. മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ആദ്യം നേടിയ വനിത നർഗീസ് ദത്ത്. പത്മശ്രീ ലഭിച്ച ആദ്യ ഇന്ത്യൻ നടി നർഗീസ് ദത്ത്. ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്ന നീന്തൽ താരം ബുല ചൗധരി. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹ. ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്ന നീന്തൽ താരം ബുല ചൗധരി. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹ. ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം കാനഡയിലെ ഹാമിൽട്ടൺ. ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്ന സ്ഥലം ന്യൂഡൽഹി. ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം കാനഡയിലെ ഹാമിൽട്ടൺ. ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്ന സ്ഥലം ന്യൂഡൽഹി. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? പൂനെ. സത്യജിത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൊൽക്കത്ത. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂനെ. സത്യജിത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. കേരള വ്യാസൻ ആരുടെ അപരനാമമാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള കാളിദാസൻ ആരുടെ അപരനാമമാണ്? കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള കാളിദാസൻ കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഒരു കഥാപാത്രത്തിനും പേരില്ലാത്ത മലയാള നോവൽ മരണ സർട്ടിഫിക്കറ്റ് ആനന്ദ്. ഒരു കഥാപാത്രത്തിനും പേരില്ലാത്ത മലയാള നോവൽ മരണ സർട്ടിഫിക്കറ്റ്. നായയെ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ള മലയാള നോവൽ പരിണാമം. കഥാപാത്രത്തിന് പേരില്ലാത്ത മലയാള നോവൽ മരണ സർട്ടിഫിക്കറ്റ്. നായയെ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ള മലയാള നോവൽ പരിണാമം. ഒളിമ്പിക്സ് മത്സരം ആദ്യം നടന്ന സ്ഥലം ഗ്രീസിലെ ഒളിമ്പിയ. ആധുനിക ഒളിമ്പിക്സ് മത്സരം ആദ്യം നടന്ന സ്ഥലം ഗ്രീസിലെ ഏഥൻസ്. ഒളിമ്പിക്സ് മത്സരം നടന്ന ആദ്യത്തെ സ്ഥലം ഗ്രീസിലെ ഒളിമ്പിയ. ആധുനിക ഒളിമ്പിക്സ് മത്സരം ആദ്യം നടന്ന സ്ഥലം ഗ്രീസിലെ ഏഥൻസ്.
ഡോക്യുമെൻ്ററി സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ജോൺ ഗ്രിയേവ്സൺ. കഥാസിനിമകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി എഡ്വിൻ എസ് പോർട്ടോ. ഡോക്യുമെൻ്ററി സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ജോൺ ഗ്രിയേവ്സൺ. കഥാസിനിമകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി എഡ്വിൻ എസ് പോർട്ടോ. കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി കുയിൽ. തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി പൊന്മാൻ. കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി കുയിൽ. തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി പൊന്മാൻ. പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടം ആർക്കാണ്? ഗ്രാമപഞ്ചായത്തിന്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മേൽനോട്ടം ആർക്കാണ്? ജില്ലാ പഞ്ചായത്തിന്. പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടം ഗ്രാമപഞ്ചായത്തിന്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മേൽനോട്ടം ആർക്കാണ്? ജില്ലാ പഞ്ചായത്തിന്. ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീര കുമാർ. ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീര കുമാർ. സോഡിയം ബൈകാർബണേറ്റ് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? അപ്പക്കാരം. സോഡിയം കാർബണേറ്റ് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? വാഷിംഗ് സോഡ അഥവാ അലക്കുകാരം. സോഡിയം ബൈകാർബണേറ്റ് അപ്പക്കാരം. സോഡിയം കാർബണേറ്റ് വാഷിംഗ് സോഡ അലക്കുകാരം. ഇന്ത്യയിലെ ആദ്യ സിനിമ പുണ്ടാലിക്. പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സിനിമ രാജാ ഹരിശ്ചന്ദ്ര. ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രം ആലം ആര. ഇന്ത്യയിലെ ആദ്യ കളർ ചിത്രം കിസാൻ കന്യ. ഒരിക്കൽ കൂടി, ഇന്ത്യയിലെ ആദ്യ സിനിമ പുണ്ടാലിക്. പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സിനിമ രാജാ ഹരിശ്ചന്ദ്ര. ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രം ആലം ആര. ഇന്ത്യയിലെ ആദ്യ കളർ ചിത്രം കിസാൻ കന്യ. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത. മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ നോവൽ ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത. ലക്ഷണയുക്തമായ ആദ്യ നോവൽ ഇന്ദുലേഖ. നൈട്രജൻ കണ്ടുപിടിച്ചതാര്? ഡാനിയേൽ റുദർഫോർഡ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാര്? ഹെൻറി കാവൻഡിഷ്. നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയേൽ റുദർഫോർഡ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. വോളിബോൾ കളിയുടെ ഉപജ്ഞാതാവ് വില്യം മോർഗൻ. ബാസ്കറ്റ്ബോൾ കളിയുടെ ഉപജ്ഞാതാവ് ജെയിംസ് നെയ്സ്മിത്ത്. വോളിബോൾ കളിയുടെ ഉപജ്ഞാതാവ് വില്യം മോർഗൻ. ബാസ്കറ്റ്ബോൾ കളിയുടെ ഉപജ്ഞാതാവ് ജെയിംസ് നെയ്സ്മിത്ത്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ 21. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി ഡിസംബർ 22. ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ 21. ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി ഡിസംബർ 22. ഉള്ളൂർ എഴുതിയ മഹാകാവ്യം ഉമാകേരളം. വള്ളത്തോൾ എഴുതിയ മഹാകാവ്യം ചിത്രയോഗം. ഉള്ളൂർ എഴുതിയ മഹാകാവ്യം ഉമാകേരളം. വള്ളത്തോൾ എഴുതിയ മഹാകാവ്യം ചിത്രയോഗം. ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ കടമെടുത്തത് എവിടെ നിന്നാണ്? USA. ഇന്ത്യൻ ഭരണഘടന മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് എവിടെ നിന്നാണ്? USSR റഷ്യ. മൗലിക അവകാശങ്ങൾ കടമെടുത്തത് USA. മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് USSR റഷ്യ. മലയാളത്തിലെ ആദ്യ ഡോൾബി സ്റ്റീരിയോ ചിത്രം കാലാപാനി. മലയാളത്തിലെ ആദ്യ DTS ചിത്രം മില്ലനിയം സ്റ്റാർസ്. ആദ്യ ഡോൾബി സ്റ്റീരിയോ ചിത്രം കാലാപാനി. ആദ്യ DTS ചിത്രം മില്ലനിയം സ്റ്റാർസ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു. മലയാളത്തിലെ ആദ്യ നാടകം മണിപ്രവാള ശാകുന്തളം. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി.
മലയാളത്തിലെ ആദ്യ നാടകം മണിപ്രവാള ശാകുന്തളം. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ചോദ്യോത്തരങ്ങൾ ആവർത്തിച്ച് കേൾക്കാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു.